നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. ചായം മുഖത്തിടുന്നവരെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അനുഭവസ്ഥർ പറയും. സത്യം മാഷിനോടൊപ്പവും നസീർ സാറിൻ്റെയും മധു സാറിൻ്റെയും ഒപ്പവും നല്ല നല്ല സംവിധായകരോടൊപ്പം നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചിരുന്ന നടനായിരുന്നു എൻ്റെ ഗുരുനാഥൻ ജെ.സി. സാർ എന്താ അഭിനയം നിർത്തിയത് എന്ന് പുറപ്പാടിൻ്റെ ഒരു ബ്രേക്ക് സമയത്ത്, സാർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഗുരുനാഥനായ ജെ.സി. സാറിനോട് ചോദിച്ചു. ഇപ്പം ജെ.സി. സാറിനോട് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ സാറിൻ്റെ വകയിലൊരു ബന്ധു ഒരുത്തൻ അവന് നമ്മളെ സഹിക്കുന്നില്ല. ഒരു സംവിധായകനോടും ഒരു കാര്യവും അങ്ങോട്ട് പറയാൻ പറ്റില്ല, ഒരു സംവിധായകനോട് സംസാരിക്കാൻ പറ്റില്ല. ഈ ദിനേശ് കള്ളം പറയുന്നതാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടും. അവന് സംസാരിക്കാൻ പറ്റില്ല, കാരണം വിവരം വേണ്ടേ, ഒരു കന്നഡ മാത്രം പോരല്ലോ. ഞാൻ ജെ.സി. സാറിനോട് ചോദിച്ചു, കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ നാടകമൊക്കെ കളിക്കുന്ന ഉത്സവപ്പറമ്പിൽ ഇപ്പോൾ നമ്മൾ മോഹൻലാലിനെയും ദുൽഖറിനെയും ഒക്കെ ഷൂട്ട് സ്ഥലത്ത് കാണാൻ നിൽക്കുന്ന പോലെയായിരുന്നു നാടകത്തിലെ നായകൻ ജെ.സി. കുറ്റിക്കാടും ടി.കെ. ജോണുമൊക്കെ കാറിൽ വന്നിറങ്ങുന്നത് കാണാൻ ജനം കാത്തു നിൽക്കുന്നത്. ആ ജെ.സി. സാർ പറഞ്ഞത്, ദിനേശേ, പല പല കഥാപാത്രങ്ങൾക്ക് ചായം തേച്ച് അങ്ങനെ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മുടെ വ്യക്തിത്വം അല്ലെങ്കിൽ സത്വം നഷ്ടമാകും, വ്യക്തിത്വം ഇല്ലാതാകും. അതെനിക്കിഷ്ടമല്ല, അതിനാൽ ഞാൻ അഭിനയം അങ്ങ് നിർത്തി എന്ന് ഒരു വല്ലാത്ത ചിരിയോടെ ആ ചോദ്യത്തിന് സാർ മറുപടി പറഞ്ഞു. ആലോചിച്ചപ്പോൾ ശരിയായ വിലയിരുത്തലാണ് അത് എന്ന് എനിക്ക് തോന്നി. കാരണം അതെ, സ്വന്തം സത്വം നഷ്ടമാകും. ഇപ്പം തന്നെ നോക്കിയേ, ഇടതുപക്ഷ സഹയാത്രികൻ എന്ന് പറയാതെ പറഞ്ഞ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം ഭരിച്ച മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവനായിരുന്ന ഒരാൾ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്തു പോലും പിണറായിയെ വീട്ടിൽ ചെന്ന് അഭിമുഖം നടത്തി ഇലക്ഷന് ഗുണകരമാകാൻ പരിശ്രമിച്ച മറ്റൊരാൾ. കൈരളി ചാനൽ തുടങ്ങുമ്പോൾ പലരും ചെയർമാൻ പദവി സ്വപ്നം കണ്ടിട്ടും പിണറായി കർശനമായി പറഞ്ഞൊരാളെ ചെയർമാനാക്കി. അടുത്തിടെ ചൂരൽമല സന്ദർശിക്കാൻ ഈ ഭവാൻ പോയപ്പോൾ കൂടെ അനുഗമിക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ ഒരു പയ്യനെ, സുമുഖനായ ഒരു പയ്യനെ ജോൺ ബ്രിട്ടാസ് വിളിച്ച് ശട്ടം കെട്ടിക്കൊടുത്തു. അങ്ങനെ കൂടെ പോയ പയ്യൻ സഖാവിനെ ക്യാമറകൾക്ക് മുന്നിലിട്ട് അപമാനിച്ചത് കണ്ട നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പയ്യൻ സഖാവിനോട് വിളിച്ച് കാര്യമാക്കണ്ട എന്നല്ല പറഞ്ഞത്. ആ പയ്യൻ സഖാവിന് വേണ്ടി ഞാൻ ക്ഷമ പറയുന്നു എന്ന് പരസ്യമായി പറഞ്ഞ് പാർട്ടിയെ നാണം കെടുത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തിനാണ് പിണറായി വിജയൻ മാപ്പ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വിവരം കെട്ടവനാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കുന്നവനല്ലേ എന്ന് മുഖ്യമന്ത്രി കരുതി കാണും. ശരിക്കും പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പ്രായമായിയൊക്കെ വരെയല്ലേ. നനച്ചിരിക്കാതെ ഭരിക്കുന്നവർ നാണം കെട്ട് തോറ്റു, ആണുങ്ങൾ കളിച്ച് ജയിച്ചു. ഒരു നിമിഷം ആലോചിക്കേണ്ടി വന്നില്ല. ഈ പറഞ്ഞ രണ്ടെണ്ണവും ഐക്യദാർഢ്യവുമായി മറുകണ്ഠം ചാടി. എന്നിട്ട് പൂർണ്ണ പിന്തുണ അങ്ങ് പ്രഖ്യാപിച്ചു. രണ്ടിലൊരാൾ പുതിയ മുഖ്യമന്ത്രിയെ മനവേന്ദ്ര വിളങ്ങുന്നു, ചന്ദ്രനെ പോലെ നിന്നെ മുഖം എന്നൊക്കെയാണ് വാരിക്കോരി സംസാരിച്ചത്. വീടിൻ്റെ പുറകിൽ കിടക്കുന്ന സർക്കാരിൻ്റെ പറമ്പോക്ക് ഭൂമിയായ ഒരു 10-18 സെൻറ്റ് കിടപ്പുണ്ട്. അത് എഴുതി വാങ്ങിക്കാനും കണക്കിപ്പെടാത്ത 10-200 ഏക്കർ മലയെ സ്വന്തം എസ്റ്റേറ്റിലേക്ക് കൂട്ടിച്ചേർക്കാനും ആരെങ്കിലും ആനയുടെ കൊമ്പിൽ പിടിച്ചാൽ സഹായിക്കാനും ഒക്കെ ആകണം ഈ മറുകണ്ഠം ചാടൽ. സഖാവ് VS-ൻ്റെ 3 പൂച്ചകൾ, കരിമ്പൂച്ചകൾ കണ്ടുപിടിച്ചതാണ് 10-200 ഏക്കർ പട്ടയമില്ലാത്ത ഭൂമി ഒരു സിനിമാക്കാരൻ്റെ
എസ്റ്റേറ്റിൽ കൂടെ വളച്ചു കെട്ടി വച്ചിരിക്കുകയാണെന്ന്. അന്ന് അതിന് ശേഷമാണ് VS-നെ ഈ പറഞ്ഞ ഒരുത്തന് കണ്ടുകൂടാത്തത്. അയാളെ തെറി വിളിക്കുന്ന സിനിമ രൗദ്രം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തത് പോലും അതിനു വേണ്ടിയാണ്. VS-നെ തെറി വിളിച്ചത് ഈ വാശി തീർക്കാനാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത് VS-നെ പോലെയൊന്നും അല്ല പിണറായി വിജയൻ. പിണറായി വിജയൻ മാത്രമല്ല, ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ മണ്ടന്മാരാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കുന്ന, അപ്പ കാണുന്നതിനെ അപ്പ എന്ന് വിളിക്കുന്നവന്മാരാണ് ചായം തേക്കുന്നവന്മാരെന്ന് ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയില്ല. നമ്മളെ സ്വന്തം സഖാവ്, നമ്മളെ സ്വന്തം ആൾ, സഹയാത്രികൻ, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് ഇവരെ കൊണ്ടു നടക്കും. ഇവർ വാസ്തവത്തിൽ കൂടെ നടക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇളുക്കാനാണെന്ന് ഇവർക്ക് അറിയില്ല. അതാണ് പ്രശ്നം. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നില്ല. നമസ്കാരം. പുതിയൊരു വാരഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 3-4 ദിവസമായിട്ട് തലസ്ഥാനത്ത് നല്ല കാറ്റും മഴയും ഇടിയും മിന്നലും ഒക്കെയാണ്. അന്തരീക്ഷത്തിനാണെങ്കിൽ ഒരു എയർ കണ്ടീഷൻ സ്വഭാവം. വീടിൻ്റെ മേളിൽ എഴുതിക്കൊണ്ടോ വായിച്ചുകൊണ്ടോ ഇരിക്കുമ്പോൾ മിന്നൽ പിണറും പിന്നാലെ ചെകിടടുപ്പിക്കുന്ന ഇടിയും വരും. LKG പിള്ളേരെ പോലെ എല്ലാം ഇട്ടെറിഞ്ഞ് താഴേക്ക് പോകും ഞാൻ. ഇടിവെട്ട് വരുമ്പോൾ മനസ്സ് വല്ലാതെ പേടിക്കും. ഇതുപോലൊരു ഇടിവെട്ടാണല്ലോ കൊതി തീരെ അച്ഛാന്ന് വിളിച്ചു തീരും മുമ്പ് എൻ്റെ അച്ഛനെ കൊണ്ടുപോയത്. അന്നും ചന്നം പിന്നെ മഴയായിരുന്നു. രാവിലെ നല്ല തെളിഞ്ഞ അന്തരീക്ഷം, നല്ല പൂ പോലുള്ള ഇഡ്ഡലിയും തക്കാളി ചേർത്ത മുളക് ചമ്മന്തിയും കഴിച്ച് സിന്ധുവിൻ്റെ പ്രത്യേക ചേരുവയിലുള്ള തേയില വെള്ളവും കുടിച്ചതിനാൽ ഈ തണുത്ത അന്തരീക്ഷത്തിലിരുന്ന് എഴുതാനൊരു പ്രത്യേക സുഖം. അങ്ങനെ നല്ല മൂഡിലിരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ. ആരാണ് വിളിക്കുന്നത് എന്ന് എടുത്തു നോക്കിയപ്പോൾ ഷിബു ഗംഗാധരനാണ്, സംവിധായകൻ ഷിബു ഗംഗാധരൻ. മാക്ടിയുടെ വല്ല വിശേഷം പറയാനോ ഏതെങ്കിലും സിനിമയുടെ പൂജ പറയാനോ ആകണം ഷിബുവിൻ്റെ വിളി. ഷിബു ഗംഗാധരനെ നിങ്ങൾക്ക് നന്നായി അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം. 2014 മമ്മൂട്ടിയെ നായകനാക്കി പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് സ്വതന്ത്ര സംവിധായകനായ ആളാണ്. അത് കഴിഞ്ഞ് സുരേഷ് ഗോപിയെ നായകനാക്കി രുദ്രസിംഹാസനം എന്ന് പറഞ്ഞ ഒരു സിനിമയും ചെയ്തു 2015. രാജീവ് നാഥിൻ്റെ പ്രിയപ്പെട്ട അസോസിയേറ്റ് ഡയറക്ടറാണ്. നല്ല കുറേ സംവിധായകരോടൊപ്പം ഷിബു ഗംഗാധരൻ അസിസ്റ്റൻറ്റും അസോസിയേറ്റ് ഡയറക്ടറും ഒക്കെ ആയിരുന്നു. ഞാൻ ഫോണെടുത്തു. എന്താ ഷിബു വിശേഷം, പുതിയ പടം വല്ലതും ആയോ എന്ന് ചോദിച്ചു. ഇല്ല, ഒന്നും ആയില്ല, എനിക്കൊന്ന് വീട്ടിലേക്ക് വരണം, വഴി പറയാമോ എന്ന് ചോദിച്ചു. എൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് അവസാനമായി ഷിബു എൻ്റെ വീട്ടിൽ വന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം ഞാൻ 4 വീടുകൾ മാറി. എന്തിനാ ഷിബു മഴയത്ത് ഇങ്ങനെ അറ്റം വരെ വരുന്നത്, പറഞ്ഞോ, ഫോണിൽ കൂടെ പറഞ്ഞോ. ഇല്ല, എനിക്കൊന്ന് കാണണം. ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഞാനിപ്പോൾ തിരുമല നിൽക്കുന്നു, ഞങ്ങളിപ്പോൾ തിരുമല നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒന്നിലധികം ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. ഓ അത് ശരി, തിരുമലയ്ക്ക് അടുത്താണ് തിട്ടമംഗലം. തിട്ടമംഗലത്തെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ട്, ആ റോഡ് സൈഡിലെ വീടല്ലേ? അയ്യോ ഷിബു, അത് അമ്മ മരിച്ചപ്പോഴല്ലേ. അതിന് ശേഷം ഞാൻ 4 വീട് മാറി ഷിബു. 4ാമത്തെ വീട് തിട്ടമംഗലത്തിലായിപ്പോയി. ഷിബു തിരുമല നിൽക്ക്, ഞാൻ ഇവിടുന്ന് ഇറങ്ങുകയാണ് സ്റ്റുഡിയോയിൽ പോകാനായിട്ട് ഷൂട്ടിങ്ങിന്, നമുക്ക് തിരുമല വെച്ച് കാണാം. ഷിബു എങ്ങനെയാണ് വന്നേ? ഞാൻ കാറിലാണ് കേട്ടോ വന്നേ. അപ്പോൾ ഷിബു ഒറ്റയ്ക്കല്ലാന്ന് എനിക്ക് മനസ്സിലായി. പുതിയ ഏതോ വർക്ക് കിട്ടിയിരിക്കാം, അതിൻ്റെ പൂജയ്ക്ക് ക്ഷണിക്കാനാവും. ഞാനും കാറിലാണ് വരുന്നത്, നമുക്ക് കാറിലിരുന്ന് സംസാരിക്കാം ഷിബു എന്നായി ഞാൻ. അതുപോരാ, വീട്ടിൽ തന്നെ വരണം, വഴി പറഞ്ഞാൽ ഞങ്ങൾ നേരെ അങ്ങ് വരാം, 5 മിനിറ്റ് മതി. ഞാൻ വഴി പറഞ്ഞു കൊടുത്തു. ചേട്ടാ ഗൂഗിൾ മാപ്പിൽ വീടിൻ്റെ ഇതിടാമോ? ഞാൻ പറഞ്ഞു എനിക്ക് ആ കുന്തമൊന്നും പിടിയില്ല ഷിബു. വീട്ടു നമ്പരോ? ഞാൻ പറഞ്ഞു PNRA 165.
ഞങ്ങൾ വരാൻ ചേട്ടാ. അപ്പോൾ ഞാൻ പറഞ്ഞു കൊടിപ്പുറം എന്നാണ് വീട്ടിൻ്റെ പേര്. റോഡിൽ നിന്ന് നോക്കിയാൽ വീട് കാണാൻ പറ്റില്ല. ഗേറ്റ് തുറന്നാൽ ഒരു 10-25 മീറ്ററും ഉള്ളിലേക്ക് ലോറി പോകുന്ന വീട് വഴി ഇട്ടിട്ടുണ്ട്. ആ വഴി അകത്ത് വന്നാലേ എൻ്റെ വീട് കാണാൻ പറ്റൂ എന്നെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. കൃത്യമായി അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ വന്നോളാം ചേട്ടാ. എന്നിട്ട് ഓരോ പോയിന്റിൽ നിന്നും എന്നെ വിളിച്ചു. ഇനി അങ്ങോട്ട് വീടിന് 50 മീറ്റർ അകലെ എത്തി. അപ്പോഴും ചോദിക്കുകയാണ് ഇനി. ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞാൽ ആ പറയുന്ന നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 5 വീട്, വലതുവശത്തുള്ള 5ാമത്തെ വീട് എൻ്റേതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫോൺ കട്ട് ചെയ്യണ്ട, കാറിൻ്റെ നിറം എന്താന്ന് ചോദിച്ചു. വെള്ള. 5ാമത്തെ വീടാണ്. റോഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റില്ല. റോഡിൽ നിന്ന് ഒരു 10-25 മീറ്റർ അകത്തേക്കാണ് വീട്. ചുവന്ന ഗേറ്റാണ്. ശരി ഞങ്ങൾ ഇതാ എത്തി എന്ന് പറഞ്ഞു. ഞാൻ വീടിൻ്റെ മേളിൽ നിൽക്കുകയാണ് റോഡിലോട്ട് നോക്കിക്കൊണ്ട്. വാഴയുടെ ഇടയിൽ കൂടെ ഞാൻ റോഡിലേക്ക് നോക്കുമ്പോൾ ഒരു വെള്ളക്കാർ സംശയിച്ച് എൻ്റെ വീടും കഴിഞ്ഞ് അങ്ങനെ പോവുകയാണ്. ഫോൺ കട്ട് ചെയ്തിട്ടില്ല. ഷിബു 5ാമത്തെ വീടെന്നാണ് ഞാൻ പറഞ്ഞത്, 50ാമത്തെ വീടെന്നല്ല. തിരിച്ചു വാ. ഞാൻ കുടയും എടുത്ത് 3-4 പേർക്ക് കയറാവുന്ന വലിയ കുട എൻ്റെ കയ്യിലുണ്ട്. ആ കുടയും പിടിച്ച് ഞാൻ ഇറങ്ങി റോഡിലേക്ക് ചെന്നു. പോയ കാർ തിരിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്നു. ഷിബു ഇറങ്ങുന്നത് പ്രതീക്ഷിച്ച് ഞാൻ നോക്കുമ്പോൾ ഇറങ്ങുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ഇന്ദ്രൻസാണ്. വർത്തമാനകാല മലയാള സിനിമയിലെ വലിയ നടൻ, നായക നടൻ എന്ന് തന്നെ അഭിമാനത്തോടെ പറയാം ഇന്ദ്രൻസ്. എൻ്റെ അമ്മ മരിച്ചപ്പോഴാണ് ആർ ഗോപിനാഥ് എന്ന സംവിധായകനുമായി ഇന്ദ്രൻസ് അവസാനമായി എന്നെ കാണാൻ വീട്ടിൽ വന്നത്. എൻ്റെ മകൻ്റെ വിവാഹ നിശ്ചയം വിളിച്ചപ്പോൾ അല്പം തിരക്കാണ്, വിവാഹത്തിന് കാണാം മുതലാളി എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പക്ഷേ വിവാഹത്തിന് വിളിച്ചിട്ട് വന്നില്ല. എന്നാൽ ഇന്ദ്രൻ്റെ മകൻ്റെയും മകളുടെയും വിവാഹത്തിന് കൃത്യമായി ഞാനും സിന്ധുവും പോവുകയും ചെയ്തിരുന്നു. 35 വർഷം മുമ്പുള്ള ഒരു ആത്മബന്ധം ഇന്ന് ഇന്ദ്രൻസുമായി എനിക്ക് ആ ആത്മബന്ധം ഇല്ല. തുറന്നു പറയുകയാണ് ഞാൻ. ഇന്ദ്രൻസിനും അറിയാമായിരിക്കും പഴയ ആത്മബന്ധം മുതലാളിക്കില്ല എന്നോട്. ചുരുങ്ങിയത് ഒരു 25 ഉദ്ഘാടനങ്ങൾക്ക് പലരും എന്നെ സമീപിച്ചു. കാരണം ഞാനും ഇന്ദ്രൻസുമായിട്ടുള്ള ബന്ധം വച്ചിട്ട് ഒരെണ്ണം പോലും ഞാൻ ആ ഉദ്ഘാടനങ്ങളൊന്നും ഏർപ്പാടാക്കി കൊടുത്തില്ല. ഞാൻ പകരം ഇന്ദ്രൻസ് ജയൻ്റെ നമ്പർ കൊടുക്കുമായിരുന്നു. എന്നാൽ ഇന്ദ്രൻസിൻ്റെ ഒരു പുതിയ തുന്നൽക്കട ഉദ്ഘാടനം ചെയ്യാൻ ശാന്തികൃഷ്ണയെ ഏർപ്പാടാക്കി കൊടുത്തത് ഞാനാണ്. നല്ല ഹാർമണിയായിരുന്നു ഞങ്ങളുടെ മനസ്സുകളിൽ. എവിടെയോ അത് നഷ്ടമായി. തിരക്കും വലിയ വലിയ ബന്ധങ്ങളുമൊക്കെ ഇന്ദ്രൻസിന് വരുമ്പോൾ അയാൾ പഴയ ഇന്ദ്രൻസായി എന്നോട് പെരുമാറണം എന്ന് ഞാൻ വാശി പിടിക്കുന്നതിൽ ന്യായമില്ല എന്നും എനിക്കറിയാം. അയാൾ വലിയ നടനായി മാറുകയല്ലേ. പക്ഷേ ഞാൻ വാശി പിടിക്കും. ജീവിക്കാൻ അറിഞ്ഞുകൂടാത്തതിൽ പറ്റുന്ന പറ്റാണ് ഇതൊക്കെയെന്നും എനിക്കറിയാം. പ്രതീക്ഷിക്കാത്ത വിസിറ്ററിനെയും കൂട്ടി ഞാൻ വീട്ടിലേക്ക് നടന്നു. തിരക്കും കാശും പ്രശസ്തിയും ഒക്കെ വന്നപ്പോൾ ഇന്ദ്രൻസ് കുറച്ച് കറുത്തുപോയോ എന്ന് എനിക്കൊരു സന്ദേഹം. വീട്ടിലേക്ക് കയറുമ്പോൾ ഞാൻ സിന്ധുവിനെ നീട്ടി വിളിച്ചു. ആരാ വന്നിരിക്കുന്നത് എന്നൊന്ന് നോക്ക് എന്ന് പറഞ്ഞു. അടുക്കള വേഷത്തിൽ സിന്ധു ഇറങ്ങി വരുമ്പോൾ വെളുക്ക ചിരിയുമായി മുന്നിൽ ഇന്ദ്രൻസ് നിൽക്കുന്നു. ഒരിക്കലും സിന്ധു പ്രതീക്ഷിച്ചതല്ല. അവർ തമ്മിൽ കുശലം ചോദിക്കുന്നതിനിടയിൽ മേളിൽ ഒരു പുതിയ AC വയ്ക്കുന്ന തിരക്കിൽ നിന്ന അച്ചുവിനെ ഞാൻ താഴേക്ക് വിളിച്ചു. അവൻ ഇറങ്ങി വന്നപ്പോൾ ഇന്ദ്രൻ അല്പം അതിശയത്തോടെ അവനെ നോക്കി. ഞാഞ്ഞൂല് പോലെ ഇരുന്ന കുഞ്ഞ് ആജാന ബാഹുവായതിലെ ഒരതിശയം. മധുസാറിൻ്റെ അത്ര പൊക്കവും വണ്ണത്തിൽ നിൽക്കുന്ന കണ്ടപ്പോൾ ഇന്ദ്രന് തന്നെ ഒരു അതിശയം. ഷിബു കൈവശമിരുന്ന തടിച്ച ഒരു പുസ്തകം ഇന്ദ്രൻസിൻ്റെ കയ്യിലേക്ക് നീട്ടി. ഇന്ദ്രൻസ് ആ പുസ്തകം എനിക്ക് തന്നു. അപ്പോൾ ഷിബു പെട്ടെന്ന് പറഞ്ഞു, ശേഷം അങ്ങനെ കൊടുക്കരുത്, കൊടുക്കുന്ന പടം എടുക്കണം എന്നായി ഷിബു. കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ മറ്റുള്ളവരുടെ ഇതെടുക്കുക, ഇവിടെ ഇത് മതി എന്ന് പറഞ്ഞ് ഞാൻ ഇന്ദ്രൻസിനെ കെട്ടിപ്പിടിച്ച് പുസ്തകമായിട്ട് നിന്നു. ഇന്ദ്രൻസ് സമ്മതം. അത് ഉച്ചഭക്ഷണം
കഴിച്ചിട്ടുള്ള വരവാണ്, വൈകിയേ വീട്ടിൽ ചെല്ലുമെന്ന് ഞാൻ ശാന്തിയോട് പറഞ്ഞിരുന്നു എന്നെല്ലാം ഇന്ദ്രൻ പറഞ്ഞു. കഴിക്കാതെ കള്ളം പറഞ്ഞതാകാനാണ് സാധ്യത. ഞാൻ പിന്നെ നിർബന്ധിക്കാനും പോയില്ല. ഇളം ചൂട് വെള്ളം വേണമെന്ന് പറഞ്ഞു. സിന്ധു കൊണ്ട് കൊടുത്തു, കുടിച്ചു. അതിനിടയിലെ എൻ്റെ അഭിനയ കഥ ഷിബു പറഞ്ഞപ്പോഴാണ് ഇന്ദ്രൻസ് അറിയുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഞാനൊരു വെല്ലുവിളിയാകും എന്ന് പകുതി തമാശയും പകുതി ഹാസ്യത്തോടെ ഞാൻ പറഞ്ഞു. അപ്പോഴും ഇന്ദ്രൻസ് നിസ്സംഗനായ ഒരു ചിരി ചോദിച്ചു, പിന്നെ നിങ്ങൾ എൻ്റെ എതിരാളിയാവോ എന്നുള്ള രീതിയിൽ. ഒരാഴ്ച ലീവിന് എൻ്റെ വീട്ടുടമ ഹരി വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന്. ഇന്ദ്രൻ വീട്ടിൽ വന്നിരിക്കുന്ന വിവരം അച്ചു ആണെന്ന് തോന്നുന്നു ഹരിയെ വിളിച്ചു പറഞ്ഞു. ഹരിയും ഭാര്യ ഡോമയും മക്കൾ അനുവും ഉണ്ണിക്കുട്ടനും ഞങ്ങളുടെ 2 വീട്ടുകാരുടെയും പ്രിയപ്പെട്ടവളായ അമ്പിളിയും കൂടി വന്നു ഓടി. എല്ലാവരുടെയും ഒപ്പം നിറയെ പടങ്ങളെടുത്തു ഇന്ദ്രൻസ്. സിന്ധുവിനെ ഇന്ദ്രൻ വിളിച്ചു. നമുക്കും എടുക്കാം ഒരു പടം എന്ന് പറഞ്ഞു. വേണ്ട, മുഷിഞ്ഞ നൈറ്റി, വിയർത്ത മുഖം, വേണ്ട എന്നായി സിന്ധു. അതിനെന്താ, എൻ്റെ പുറകിൽ നിന്ന് എന്നെ പിടിച്ചോണ്ട് നിന്നാൽ മതി, നമ്മുടെ 2 തലകൾ മാത്രമേ വരൂ എന്നൊക്കെ ഇന്ദ്രൻ പറഞ്ഞിട്ട് സിന്ധു അതിൽ വീണില്ല. ആ കാര്യങ്ങളിലൊക്കെ സിന്ധു വളരെ ശ്രദ്ധിക്കുന്ന ആളാണ് സൗന്ദര്യത്തിൽ. ഇനിയും എവിടെയൊക്കെയോ ഇന്ദ്രൻസിനും പോകാനുണ്ട്. കാറിനടുത്ത് വരെ ഞാൻ കൂടെ ചെന്നു. നിങ്ങളെന്നാ ഡോക്ടറായത് എന്നായി ഞാൻ. അതെന്താ? ഞാൻ പിന്നെ കാറിൽ ഡോക്ടറുടെ എംബ്ലം ഒട്ടിച്ചിരിക്കുന്നു. അത് എൻ്റെ മരുമകൻ്റെ കാറാണ്. കാറ് മറയുന്നത് വരെ ഞാൻ ഇന്ദ്രൻസിൻ്റെ കാറിനെ നോക്കി നിന്നു. കഠിനാധ്വാനവും നല്ല ക്ഷമയും ഒരുപാട് ആഗ്രഹവും ഉള്ളവനാണെങ്കിൽ ജീവിതത്തിൽ വിജയിക്കും. അതാണ് ഇന്ദ്രൻസിൻ്റെ വിജയം എന്ന് ഞാൻ ഓർത്തു. ഒരു വെളുത്ത വിജയ് സ്കൂട്ടറിൽ തുടങ്ങിയ ജീവിതം, ഒരു വലിയ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ചുമന്ന ജീവിതം, 4ാം ക്ലാസ് വരെ മാത്രം പഠിച്ച ജീവിതം, അവഹേളനങ്ങൾ സഹിക്കേണ്ടി വന്ന ജീവിതം, കൂടെ പറഞ്ഞ സഹോദരന്മാരെയൊക്കെ ഒരു കര പറ്റിച്ച ജീവിതം, നേടാവുന്നതൊക്കെ നേടിയെടുത്ത വിജയശ്രീ ലാളിതനായ പോരാളി, 7ാം ക്ലാസ് പരീക്ഷ എഴുതിയെടുത്ത മനുഷ്യൻ, അറിവിൻ്റെ വായനയുടെ ലോകത്ത് ജീവിതം തുന്നിപ്പിടിപ്പിച്ച മനുഷ്യനുമാണ് ഇന്ദ്രൻസ്. പുച്ഛിച്ചവരെ കൊണ്ട് സർ എന്ന് വിളിപ്പിച്ചയാൾ. വിശേഷണം എത്ര வேണമെങ്കിലും இந்திரன்ஸின் வேண்டி പറയാം. இந்திரன் சாருக்கு நான் நன்றி சொல்லணும். நான் நேஷ்னல் அவார்டு வாங்கும்போது அவரும் நேஷ்னல் அவார்டு வாங்கினார். அவரோட காட்சிகள்லாம் பார்க்கும்போது எனக்கு ஆச்சரியமாக இருந்தது. ஒரு கிட்டத்தட்ட பாடி ஷேமிங் தான் பண்ணிட்டு இருந்தாங்க நிறையா நாள் அவரை வச்சுட்டு. பட் அப்படியே கேரக்டர் மாதிரி இப்பவும் யூடியூப்பில் ரீல் தள்ளிங்கன்னா இந்திரன்ஸ் ஆக்டிங், இந்திரன் மூவிஸ் அப்படின்னு போட்டிங்கன்னா போதும், ஒரு படத்துலையும் ஒரு மாதிரி வருவார். ஆளை பார்த்தீங்கன்னா நீங்கள் நம்பவே மாட்டீங்க. அவரோட கனவு அதை பற்றி சொல்லணும்னு ஆசைப்பட்றேன். இது சொல்லும் போதே ஒரு டெய்லராக ஆரம்பித்து, காஸ்டியூமராக ஆரம்பித்து, அப்புறமா சின்ன ரோல்ஸ் பண்ணிவிட்டு இப்போ நேஷ்னல் அவார்டு வாங்குற ஒரு ஹீரோவாக இருக்கார். அவர் 4ஆம் கிளாஸ் தான் படிச்சிருக்காரு. இப்போ திரும்பி போய் 7th ஸ்டாண்டர்ட் எக்ஸாம் எழுதியிருக்காரு. ஸோ ஐ திங்க் நோ ட்ரீம்ஸ்க்கு எக்ஸ்பைரி டேட்டே கிடையாது. ഇന്നലെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇന്ദ്രൻ എന്നെ പറ്റിച്ച ഒരു കഥ കൂടി പറയാം, എങ്കിലേ ഇത് പൂർണ്ണമാവൂ. എൻ്റെ 3 ഫോണുകളിലും ഫേസ്ബുക്ക് ഉണ്ട്. അതിൽ സിനിമാ വാർത്തകളും പടങ്ങളും വന്ന് നിറയാറുമുണ്ട്. അടുത്തിടെ ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയും കൂടി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പടം അതിൽ വന്നു. ഒരുപാട് ദുരിതക്കയത്തിലൂടെ കടന്നു വന്നതാണ് അമ്മ. അവർ നല്ല കസവ് സെറ്റുമുണ്ടോ നേരിയതോ സാരിയോ എന്തൊക്കെ കൊടുത്ത് മോനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പടം ഫേസ്ബുക്കിൽ വന്നു. ഇന്നലെ ഇന്ദ്രനോട് സംസാരത്തിനിടയിൽ ഞാൻ ആ പടത്തെക്കുറിച്ച് ചോദിച്ചിട്ട്, ആ പടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അമ്മ സുഖമായിരിക്കുന്നോ എന്ന് ഞാൻ തിരക്കി. എന്തോ ഓർത്ത പോലെ ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ഇന്ദ്രൻ എന്നോട് പറഞ്ഞു സുഖമായിരിക്കുന്നു. എന്നിട്ടാണ് ഇന്ദ്രൻ പോയത്. ഇന്ദ്രൻസിൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത്. അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്നറിഞ്ഞ വാർത്ത അറിഞ്ഞതിൽ പുറത്തു നിന്ന്, ബന്ധുക്കളല്ലാതെ പുറത്തു നിന്ന് ആദ്യം എത്തിയ ആൾ ഞാനായിരുന്നു. അമ്മ മരിച്ചത് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. അടുത്തിടെ
ഫേസ്ബുക്കിലൊരു വാർത്ത കൊണ്ടു, ഇന്ദ്രൻസിന് 70 വയസ്സ് തികഞ്ഞു, സപ്തതിയായി എന്ന്. അപ്പോൾ അമ്മയ്ക്കൊരു 95-100 വയസ്സ് വരുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതെൻ്റെ മനസ്സിൽ തന്നെ കിടന്നു. ഇന്ന് ഞാൻ ഇന്ദ്രൻസിൻ്റെ അളിയൻ കോസ്റ്റ്യൂമർ ഇന്ദ്രൻസ് ജയനെ വിളിച്ചു. ഇക്കാര്യം തിരക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ ജയൻ പറഞ്ഞു, അയ്യോ അറിഞ്ഞില്ലേ, 4 വർഷം മുമ്പ് അമ്മായി മരിച്ചുപോയി എന്ന് അയാൾ പറഞ്ഞു. മന്ത്രി സജി ചെറിയാനടക്കം വന്നിരുന്നു എന്നും ജയൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നില്ല. അറിഞ്ഞാൽ ഉറപ്പായും ഞാൻ ചെല്ലും. പക്ഷേ എന്നോട് ആരും പറഞ്ഞില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഈ മാനസിക അകൽച്ച ഞങ്ങൾ തമ്മിൽ എന്നോ ഉടലെടുത്തതായിരിക്കാം. അത് വിടാം, പോട്ടെ. പ്രിൻ്റ് ചെയ്ത പുസ്തകം വന്നപ്പോൾ ആദ്യ കോപ്പി മുതലാളിക്ക് തരണമെന്ന് ഇന്ദ്രൻസിന് തോന്നിയത്രേ. അത് കേട്ടപ്പോൾ എനിക്ക് സത്യത്തിൽ മനസ്സിൽ ഒരുപാട് സന്തോഷം തോന്നി. പുസ്തകം തരുന്ന ഫോട്ടോ എടുക്കണമെന്ന് ഷിബു ഗംഗാധരൻ പറഞ്ഞത് അതിനാലാകണം. മാതൃഭൂമിയുടെ മനോഹരമായ പ്രിൻറ്റിങ്, 448 പേജിൽ ഒരു വല്ലാത്ത വലിപ്പത്തിൽ ഉള്ള പുസ്തകം, നല്ല രസമുള്ള വലിപ്പമാണ്. 610 രൂപയാണ് വില. എൻ്റെ സുഹൃത്ത് PK രാജശേഖരൻ്റെ അവതാരിക. 10 പേജിൽ 448 പേജിൽ 10 പേജിൽ ഇന്ദ്രൻസിൻ്റെ പഴയകാല ഫോട്ടോകളാണ്. അതിനുമപ്പുറം ഈ പുസ്തകത്തെക്കുറിച്ച് ഞാനിവിടെ പറയുന്നില്ല. ഈ പുസ്തകത്തെ പറ്റി തന്നെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു നേരം വെള്ളം നനച്ചിലയിൽ വാടുന്ന ചീര പോലെയാണ് നമ്മളിന്ന് മക്കളെ വളർത്തുന്നത്. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയാത്ത തലമുറയാണ് ഇപ്പോഴുള്ളത്. 1,18,00,000 ബാധ്യത എൻ്റെ മോൻ്റെ ജീവിതത്തിൽ വന്നിരുന്നുവെങ്കിൽ അവൻ്റെ സ്ഥലകാല ബോധം തന്നെ നഷ്ടപ്പെട്ടേനെ. പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും നമ്മളെ തേടി വരാം. അതെങ്ങനെ തരണം ചെയ്യും എന്ന് ചിന്തിക്കാനാവുന്നില്ല. അതിനാൽ തന്നെ പുതിയ തലമുറ ഇന്ദ്രൻസിൻ്റെ ഇന്ദ്രധനുസ് മനസ്സിരുത്തി വായിച്ചാൽ ഏതു പ്രശ്നത്തെയും നേരിടാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ പേരും 610 രൂപയാണെന്നും നോക്കേണ്ട, അതിൻ്റെ അസറ്റ് അതിനകത്തുണ്ട്. ആ പുസ്തകം വാങ്ങി വായിക്കണമെന്ന് ഞാൻ ശുപാർശ ചെയ്യുന്നു. അമ്മയെ തെല്ലിയാലും രണ്ടുണ്ട് പക്ഷമെന്നാണ് പഴമക്കാർ പറയാറ്. അതാണ് ഇവിടെ നടക്കുന്നത്. ഒരു പെൺകൊച്ചിനെ, അവൾ ജനിച്ചത് മുസ്ലിം ആയതുകൊണ്ട് മേത്തച്ചിയെന്നും അമ്മയുടെ 2ാം ഭർത്താവിനോടൊപ്പം കിടക്കുന്നവളെന്നും മോഹൻലാലിൻ്റെ പേര് കൂട്ടിച്ചേർത്ത് അനാവശ്യം പറയുകയും ചെയ്യുന്നവനെ ചെല്ലക്കുട്ടനായിട്ടാണ് ചിലർ കൊണ്ടു കിടക്കുന്നത്. അവർക്ക് തങ്കക്കുടമാണ്. എനിക്ക് വർഷങ്ങളായി പല സഹായങ്ങൾ ചെയ്തിരുന്ന തങ്കപ്പെട്ട മനുഷ്യനാണ് എന്നൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അലവലാദികളുള്ള നാടാണ് കേരളം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പ്രായം കൊണ്ട് വളരെ യങ്ങായ ഒരു പെൺകുട്ടിയെ മേത്തച്ചി എന്നൊക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നീ നിൻ്റെ അമ്മയുടെ 2ാം ഭർത്താവിൻ്റെ കൂടെ അല്ലടി കിടപ്പെന്ന് ചോദിച്ചാൽ, പരസ്യമായിട്ടാണ്, രഹസ്യമായിട്ടല്ല ചോദിക്കണേ, അല്ല എങ്കിൽ നിനക്ക് മോഹൻലാലുമായിട്ട് അവിഹിത ബന്ധമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവൻ തങ്കക്കുടം എന്നും പറഞ്ഞാണ് മലയാള സിനിമയിലെ കുറേ കൂതറ സ്ത്രീകൾ കൊണ്ടു കിടക്കുന്നത്. അവളെ പിന്തുണയ്ക്കാൻ അവൾ കൂടി ഭരിക്കുന്ന സംഘടന പോലും ഇല്ലാത്ത നാടാണ് കേരളം. പണ്ടുള്ളവർ പറയും അറുവാണി തുനിഞ്ഞാൽ നിർവ്വാണമില്ല എന്ന്. ആ പഴഞ്ചൊല്ലൊന്നും ഈ പെങ്കൊച്ചിന് അറിയില്ല. ഒരു മഹാകൂതറ കൊടുത്ത ഉണ്ടയില്ലാ വെടി പരാതിയിൽ ഈ പെൺകുട്ടിയെ ഒരു SI, ഒരു വനിതാ SI 3 മണിക്കൂറിലധികം ഒരു സ്റ്റേഷനിൽ പിടിച്ചു വെച്ച പെൺകൊച്ചിന് ഇവിടെ പിന്തുണയില്ല. ഈ WCC എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന തലയിൽ കണ്ണട വെച്ച കുറേ കൂതറകളുണ്ടല്ലോ വേറെ, ഇതൊക്കെ ഇവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരൊറ്റയാണ് ഈ പെൺകൊച്ചിന് പിന്തുണ കൊടുക്കുന്നില്ല. കിട്ടുന്ന ഇരകളെയൊക്കെ പറ്റിച്ച് തിന്ന് ചീർക്കുന്ന തല്ലിപ്പൊളികൾക്കും ഈ പറഞ്ഞ തെമ്മാടികൾക്കും സപ്പോർട്ട് കിട്ടും. അതാണ് കേരളം. ഇപ്പം തന്നെ നോക്കിയേ, നിർമ്മാണ വിതരണ പ്രദർശന രംഗത്തെ നേതാവാണ് അനിൽ തോമസ്. അനിൽ തോമസ് ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു ക്ലിപ്പിംഗ് എനിക്ക് ആരാധിച്ചു തന്നു. അതിൽ അദ്ദേഹം അശ്വന്ത് കോക്ക് എന്ന ആധുനിക സിനിമാ നിരൂപണ രംഗത്തെ 1ാം സ്ഥാനക്കാരനെതിരെ ആരും പരാതി കൊടുത്തില്ലെങ്കിൽ സംഘടന പരാതി കൊടുക്കും എന്ന് വച്ച് കാച്ചുന്നു. കാരണം
അശ്വന്ത് കോക്ക് പട്ടി എന്ന് വിളിച്ചത് ഒരു കേന്ദ്രമന്ത്രിയുടെ മകനെയാണത്രേ. അതാണ് അനിൽ തോമസിന് സഹിക്കാത്തത്. അമ്മ എന്ന സഹോദര സ്ഥാപനത്തിലെ അല്ലെങ്കിൽ സഹോദര സംഘടനയിലെ അബലകളായ പെണ്ണുങ്ങളെ ഒരു ബോറൻ അശ്ലീലം വിളിച്ച് നാറ്റുന്ന കഥയൊന്നും അനിൽ തോമസുമാർക്ക് പ്രശ്നമല്ല, അത് സ്വാഭാവികം എന്നാണ് കരുതുന്നത് എന്ന് തോന്നുന്നു. അനിൽ തോമസ് എൻ്റെ നല്ല സുഹൃത്തായിരുന്നു. അനിൽ തോമസ് വിവാഹം കഴിച്ചത് ഒരു കാലത്തെ മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു നിർമ്മാതാവിൻ്റെ മകളെയായിരുന്നു. അക്കാര്യം സത്യത്തിൽ എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയും, അത് വേറെ കാര്യം. ഈ നിർമ്മാതാവിൻ്റെ ഗുണവധികാരത്തെപ്പറ്റി ഞാനൊരു സ്റ്റോറി ചെയ്തു. അത് കണ്ട അനിൽ തോമസ് എന്നെ വിളിച്ചു. മയത്തിൽ തുടങ്ങി ഉച്ചസ്ഥായിയിലെത്തിയപ്പോൾ എൻ്റെ കൈ വെട്ടും എന്ന് പറഞ്ഞു. എൻ്റെ കൈ വെട്ടും എന്ന് പറഞ്ഞത് മാത്രമേ സത്യത്തിൽ ഞാൻ കേട്ടുള്ളൂ. എൻ്റെ കൂടെ സിന്ധുവുണ്ട്. ഞാൻ ഓടിച്ചുകൊണ്ടിരുന്ന കാറിനെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഞാൻ ഫോണിലൂടെ ഈ അനിൽ തോമസിനെ പാവം ഞാൻ ഗർഭിണിയാക്കി എന്ന് തന്നെ പറയാം. എന്നിട്ട് ഫോൺ കട്ടാക്കി. മാസങ്ങൾക്ക് ശേഷം 2024 ഫിലിം ഫെസ്റ്റിവലിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നടത്തിയ ഡിന്നറിന് എന്നെയും ക്ഷണിച്ചു. അങ്ങനെ ക്ഷണം സ്വീകരിച്ച് ഞാൻ ചെന്നപ്പോൾ അനിൽ തോമസിനെ അവിടെ വെച്ച് കണ്ടു. രണ്ട് വിട്ടിട്ട് എങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേരും കൈ കൊടുത്ത് പ്രശ്നം മറന്നു. 2-3 മാസം മുമ്പ് 24 ചാനലിൽ ശ്രീകണ്ഠൻ നായരുടെ ഒരു ചർച്ചയ്ക്ക്, ഫ്ലവേഴ്സിലെ ചർച്ചയ്ക്ക് എറണാകുളത്ത് ചെല്ലുമ്പോൾ അനിലും ഉണ്ട് ചർച്ചയ്ക്ക്, സജി നന്ദിയാട്ടുമുണ്ട്. ഞാനും അനിലും ഒരേ വഴിയിൽ ചർച്ചയിൽ പങ്കെടുത്തു. നന്ദിയാട്ട് കൈയടിക്കായി ഫാൻസ് അസോസിയേഷൻകാരുടെ തലതൊട്ടപ്പനായി. വീണ്ടും അനിൽ മാത്യു എന്നോട് പിണങ്ങരുത് എന്നാണ് അഡ്വാൻസായിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ അസോസിയേഷൻ്റെ ചെലവിൽ സുരേഷ് ഗോപിയെ സൂചിപ്പിക്കാനായി നടത്തിയ പത്രസമ്മേളനം പരമ ബോറായിരുന്നു അനിലെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജഗതി പറയും പോലെ സോപ്പിട്ടോ കൂടുതൽ പതപ്പിക്കുണ്ടായിരുന്നു എന്നാണ് എനിക്ക് അനിലിനോട് പറയാനുള്ളത്. വിഷയം അംഗം അട്ടഹാസത്തിൻ്റെ റിവ്യൂ ഈ പറയുന്ന അശ്വന്ത് കോക്ക് നടത്തിയതായിരുന്നു. കോക്ക് ആ പടത്തെ വിമർശിച്ചു, ഓക്കെ. അതിനെ സുരേഷ് ഗോപിയുടെ മകനും നിർമ്മാതാക്കളിൽ ഒരാളും കൂടി കോക്കിനെ വിമർശിക്കുന്നതിലും തെറ്റില്ല. പകരം അയാൾ ഈ പടത്തെ നന്നായി പറയാൻ 1 ലക്ഷം ചോദിച്ചു എന്ന ഈ ഉണ്ടയില്ലാത്ത വെടി പൊട്ടിക്കരുതായിരുന്നു. അതിന് കോക്ക് പറഞ്ഞ മനോഹരമായ ഒരു വാചകമുണ്ടായിരുന്നു. കേരളത്തിലെ പ്രേക്ഷകർക്ക് ഓരോ ലക്ഷം വെച്ച് നൽകിയാലും അവർ ഈ കൂതറപ്പടം കാണില്ല എന്നായിരുന്നു അശ്വന്ത് കോക്കിൻ്റെ നിരീക്ഷണം. 1 ലക്ഷം കൈക്കൂലി ചോദിച്ചു എന്ന വാചകം അശ്വന്ത് കോക്കിനെ ചൊടിപ്പിച്ചു. കോക്ക് നിർമ്മാതാവിനെയാണ് പട്ടി നിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ 1 ലക്ഷം വാങ്ങിച്ചോടാ, വെറുതെ പറയുകയാണെങ്കിലും 15 ലക്ഷം ചോദിച്ചു എന്ന് പറയാമായിരുന്നില്ലടാ പട്ടി 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 എന്ന് അയാൾ പറഞ്ഞത്. മന്ത്രിപുത്രനും നല്ല 4 കൊടുത്തു അശ്വന്ത് കോക്ക്. പക്ഷേ കോക്ക് ചോദിച്ചില്ല. കോക്കിനായി വേറെ ആരോ കാശ് ചോദിച്ചു എന്നായി കോക്കിൻ്റെ വക്കീൽ നോട്ടീസ് ചെന്നപ്പോൾ നിർമ്മാതാവിൻ്റെ മറുപടി ഈ സുരേഷ് ഗോപിയുടെ മോനും പറഞ്ഞു, കോക്കല്ല ചോദിച്ചത്, കോക്കിന് വേണ്ടി വേറൊരാൾ ചോദിച്ചു എന്നായി. ആ ചോദിച്ചവനാര്, അവൻ്റെ നമ്പർ പറ എന്നായി കോക്ക്. മാത്രമല്ല അതിരടി അടക്കം ഞാൻ നല്ല പടങ്ങളെ നല്ല പടം എന്നാണല്ലോ പറയാറ് എന്നായി കോക്ക്. ഇനി അവരും കാശ് തന്നു എന്ന് നീ പറയുമോടാ പട്ടി 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 എന്നാണ് കോക്ക് ചോദിച്ചത്. കോക്ക് എനിക്ക് നന്നായിട്ട് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അനിൽ തോമസേ, എൻ്റെ പടത്തിൻ്റെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിനായി ഞാൻ അനിൽ തോമസിനെ കണ്ടപ്പോൾ 5 ലക്ഷം രൂപ ചോദിച്ചു, ക്ലിയറൻസ് തരണമെങ്കിൽ 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് ഞാനൊരു അടി അടിച്ചാൽ അനിൽ അമ്മാവനെ പറഞ്ഞതിന് കൈവെട്ടും എന്നാണ് പറഞ്ഞതെങ്കിൽ ഇത്തവണ എൻ്റെ തലവെട്ടും എന്ന് പറയും, ആത്മാഭിമാനം ഉണ്ടെങ്കിൽ. എനിക്കതാണ് പറയാനുള്ളത്. ഈ അനിൽ തോമസ് എൻ്റെ 5 ലക്ഷം രൂപ ചോദിച്ചു എന്ന് പറഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരാളാണെങ്കിൽ, ഞാൻ അമ്മാവനെ കളിയാക്കിയപ്പോൾ അല്ലെങ്കിൽ വഴക്ക് പറഞ്ഞപ്പോൾ കൈവിട്ടു എന്ന് പറഞ്ഞ ആൾ എൻ്റെ തലവെട്ടു എന്നാണ് പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. അശ്വന്ത് കോക്ക് അല്പം അടിച്ചുകൊണ്ട് പട്ടി പട്ടീന്നേ വിളിച്ചുള്ളൂ. ഞാനായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അനിലായിരുന്നെങ്കിലും
അതിനും അപ്പുറം പോവും, ഉറപ്പാണ്. അസോസിയേഷൻ കേസ് കൊടുക്കും, മോൻ കേന്ദ്രമന്ത്രിയുടെ മോനാണ്, കോപ്പാണ് എന്നൊക്കെ പറഞ്ഞ് വരട്ട് ന്യായം പറയാനോ വിരട്ടാനോ നിൽക്കണ്ട എന്നാണ് എനിക്ക് അനിൽ തോമസിനോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്. അതൊക്കെ കൈ വച്ചിരിക്കുക എൻ്റെ പൊന്നല്ലേ. കേന്ദ്രമന്ത്രി എന്നെ എന്തെല്ലാം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും വിളിച്ചു പറയുന്നു. ആരെയൊക്കെ എന്തൊക്കെ പറയണേ, തേങ്ങ മാങ്ങ ആമ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് പറയണേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിധിച്ചത് കൊയ്യും, അത് ഓർത്താൽ മതി. വിതച്ചത് കൊയ്യും. അതിന് അനിൽ ഭഷം പിടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇത് മാത്രമേ എനിക്ക് അനിലിനോട് സ്നേഹപൂർവ്വം പറയാനുള്ളൂ. പിണങ്ങണ്ട, ഫിലിം ഫെസ്റ്റിവൽ വരാറായി. ഒരു കഥ കൂടി പറഞ്ഞ് ഇത്തവണത്തെ പാഠഫലം അവസാനിപ്പിക്കുക. എല്ലാം നീണ്ട കഥകളാണ്, അതാണ് പ്രശ്നം. ഭാഗ്യം കൊണ്ടു നടക്കാൻ ആളുകൾ ഉള്ളതുകൊണ്ടും അപാരമായ തൊലിക്കെട്ടി ഉള്ളതിനാലും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തൊട്ടിത്തനം മായാതെ കിടക്കുന്നതിനാലും പ്രോത്സാഹിപ്പിക്കാൻ കൂടെ നിൽക്കാൻ കുറേ അലവലാദികൾ കൂട്ടുള്ളതിനാലും നനച്ചിരിക്കാതെ കുറേ ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസിൽ ഉള്ളതിനാലും അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയും കൊട പിടിക്കും, ഉറപ്പാണ്. ഈ ജനുസിലെ ഒരു സിനിമാക്കാരനാണോ ടിനി ടോം എന്ന മഹാൻ? നാക്കെടുത്ത് വളച്ചാൽ മണ്ടത്തരവും പൊങ്ങച്ചവും തെറിയും തൊലിക്കെട്ടിയും വിടുവായത്തനവും മാത്രമേ ആ വായിൽ നിന്നും വരൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനതേ കേട്ടിട്ടുള്ളൂ. അതുപോലെ വികട സരസ്വതിയാണ് ആ നാവിൽ കുടികൊള്ളുന്നത് എന്നും എനിക്ക് തോന്നുന്നു. തെറ്റുപറ്റാത്ത മനുഷ്യരില്ല ടിനി. തെറ്റുപറ്റി എന്ന് തോന്നിയാൽ മാന്യനാണെങ്കിൽ തിരുത്തും, ക്ഷമ ചോദിക്കും. ബുദ്ധിയുള്ളവരാണെങ്കിൽ സൂക്ഷിക്കും, പിന്നീട് നാക്കിനെ കൺട്രോൾ ചെയ്യും. എത്ര കൊണ്ടാലും പഠിക്കില്ല എന്ന തരക്കാരാണെങ്കിലോ? രമേഷ് പിഷാരടി MLA ഒക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നത് നല്ലതാണ് ടിനിയോട് എന്ന് ഞാൻ പറയും. അയാളിപ്പോൾ MLA ആണ്, പഴയ മിമിക്രിക്കാരനല്ലല്ലോ. അല്ലെങ്കിൽ താങ്കൾക്ക് മുന്നേ പാലക്കാട്ടൊരു MLA ആയിരുന്ന ഒരു അലവലാദിയുടെ തലത്തിലേക്ക് വേഗം താങ്കളും വീഴും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ടിനി അടക്കം താങ്കളുടെ സുഹൃത്തുക്കളും കോൺഗ്രസ്സുകാരാണ്. സൂക്ഷിക്കണം പിഷാരടി. ഇവരെയൊക്കെ ഒരു ഡിസ്റ്റൻസിൽ നിർത്തിയാൽ നിങ്ങൾക്ക് നല്ലത്. എങ്കിൽ സ്ഥിരമായി പാലക്കാട്ട് നിന്ന് ജയിക്കാം. ഒരു സംഘം അലവലാദികൾ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മഹാ അലവലാദിയായി അധപതിക്കാണോ ടിനി ടോം എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. മഹാരഥന്മാർ ഇരുന്ന കസേരയിലിരുന്ന് സിനിമാക്കാരെ ഭരിക്കുന്നത് ഇത്തരം സാമൂഹ്യ വിരുദ്ധരാണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാണം തോന്നുന്നു ഓരോ ദിവസവും ടിനി ടോം എന്ന മനുഷ്യനെക്കുറിച്ച് വരുന്ന വാർത്തകൾ. മലയാളത്തിലെ പ്രശസ്തനായൊരു നിർമ്മാതാവ് എനിക്കൊരു ലെറ്റർ അയച്ചു തന്നു. അമ്മ പ്രസിഡൻറ്റിന് എക്സിക്യൂട്ടീവ് അംഗമായ നീന കുറുപ്പ് അയച്ച ലെറ്ററാണത്. പോലീസ് സ്റ്റേഷനിലും വനിതാ കമ്മീഷനിലും മനുഷ്യാവകാശ കമ്മീഷനിലും വനിതയായ രാഷ്ട്രപതിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും അയക്കേണ്ട ഗുരുതരമായൊരു പരാതിയാണ് ഈ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷന് പോകുന്ന UKG പിള്ളേരുടെ ലെവലിൽ ഡ്രസ്സിട്ട് എന്ത് ചോദിച്ചാലും വെകിളി ചിരിച്ച് കാണിക്കുന്ന ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത പ്രസിഡൻറ്റിനാണോ നീന കുറുപ്പെ കത്ത് അയക്കേണ്ടത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അൻസിബ കാണിച്ച അത്രയെങ്കിലും ധീരത താങ്കൾ കാണിക്കണമായിരുന്നു, കാണിച്ചില്ല. ഈ അലവലാതിയും അവനെ പിന്തുണയ്ക്കുന്ന കൂതറകളുമുള്ള ഈ കമ്മിറ്റിയിൽ വോട്ട് വാങ്ങി ജയിച്ചു വന്ന ഞാനില്ല എന്നെഴുതി കൊടുക്കണ്ടേ നീന കുറുപ്പ്? ആത്മാഭിമാനമുള്ള മീശ വച്ചതും ഇല്ലാത്തതുമായ ആരെങ്കിലും ഇവൻ്റെയൊക്കെ ഒപ്പം ഒരു സംഘടനയിൽ ഇരിക്കൂ? എനിക്ക് നീനയോട് നാണം തോന്നുന്നത് അവിടെയാണ്. ഇല്ലെങ്കിൽ 10 ഇടി ടിനി ടോം ഇടിക്കുകയോ മൃതപ്രായയാക്കുകയോ ചെയ്യട്ടെ. അതിനിടയിൽ കാലി കിടന്ന ചെരുപ്പൂരി ആ ആവാസൻ്റെ 4 പല്ലടിച്ച് താഴെ ഇടണമായിരുന്നു നീന. എങ്കിൽ നീന്നെ ആ ഒരു പെണ്ണെന്ന് പറഞ്ഞനെ. നിങ്ങളൊക്കെ ഇത്ര നാണം കിട്ടവരാണോ നീന എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സ്ത്രീ ശാക്തീകരണം, തേങ്ങാക്കൊല എന്നൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് കണ്ട അലവലാദികൾക്ക് നിരങ്ങാൻ പാകത്തിൽ കേരളത്തെ കൊണ്ടെത്തിച്ച
എൻ്റെ നേതാവ് ഭരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ അരങ്ങേറിയത്, അല്ലാതെ വി ഡി സതീശൻ വന്നപ്പോൾ അല്ലല്ലോ. ഇതെല്ലാം കൃത്യമായി പിണറായിയോട് ഒട്ടിനിന്ന മമ്മൂട്ടിയും മോഹൻലാലും അറിഞ്ഞിരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അവരുടെ എന്താ പറയുക, എർത്തായി നിന്ന് അവർക്ക് ഇക്കിളിക്കഥകൾ പറഞ്ഞ് സുഖിപ്പിക്കുന്ന ടിനിയെ അവരും തിരുത്തിയില്ല എന്നുള്ള ഒരു വലിയ പാതകം അവരും ചെയ്തിട്ടുണ്ട്. ചങ്ങലക്കി ഭ്രാന്ത് പിടിച്ചാൽ എന്ത് ചെയ്യാനാവും അല്ലേ? നീന അയച്ച അമ്മയുടെ പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും രണ്ടുപേർക്കും അയച്ച കത്ത് വായിക്കാം. ദ പ്രസിഡന്റ് ആൻഡ് ജനറൽ സെക്രട്ടറി, ആദരണീയരായ മാഡംസ് എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അമ്മ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗമായ ശ്രീ ടിനി ടോം, അപ്പോഴും ശ്രീ പറഞ്ഞാണ് പറഞ്ഞത്, എന്തിനാ ശ്രീ ഈ ആലവലാതിക്കൊക്കെ ശ്രീ എന്ന് എഴുതണേ? ശ്രീ ടിനി ടോമിൻ്റെ ആവർത്തിച്ചുള്ള ദുർവ്യവഹാരം, അസംഭവ്യവും അംഗീകരിക്കാനാകാത്തതുമായ പെരുമാറ്റം എന്നിവയെ സംബന്ധിച്ച് ഗൗരവമേറിയ ഒരു ഔദ്യോഗിക പരാതി സമർപ്പിക്കുന്നതിനാണ് ഈ കത്ത് എഴുതുന്നത്. 2026 ഫെബ്രുവരി 13 കൊച്ചിയിലെ റീജിയണൽ സ്പോർട്സ് സെൻ്ററിൽ അമ്മ കുടുംബസംഗമത്തിൻ്റെ റിഹേഴ്സലിനായി നിരവധി അംഗങ്ങളും എക്സിക്യൂട്ടീവ് അംഗങ്ങളും മറ്റുള്ളവരും സന്നിഹിതരായിരിക്കെ ശ്രീ ടിനി ടോം എന്നെ പരസ്യമായി അശ്ലീലവും അസഭ്യവും അപമാനകരവുമായ മലയാളം വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ചു. എന്താ, ഇംഗ്ലീഷായ കുഴപ്പമുണ്ടോ? അദ്ദേഹം എന്നെ വിളിച്ച വാക്കുകൾ ചുവടെ പറയുന്നതാണ്: പട്ടി ഡാഷ് പോ ഡാഷ് മോളെ. കത്തിൽ പക്ഷേ പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന ഒരു തെറിയാണ് പട്ടി, അങ്ങനത്തെ ഒരു തെറി. മോളെ, നിൻ്റെ അമ്മയുടെ ഡാഷ് 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 ഡാഷ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ ആഴത്തിൽ അപമാനിക്കുകയും എൻ്റെ വ്യക്തിത്വത്തിനും ആത്മാഭിമാനത്തിനും ഗുരുതരമായ മുറിവേൽക്കുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം കൈമുട്ട് മുറുക്കി ഇവിടം കൊണ്ട് ആക്രമണോത്സുകനായ രീതിയിൽ എൻ്റെ നേരെ മുന്നേറുകയും എന്നെ ശാരീരികമായി ഭീഷണിപ്പെടുത്താനും ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അവിടെ സന്നിഹിതരായ പലരും ഇതിന് സാക്ഷിയാണ്. അവർ പിടിച്ചു മാറ്റിയത് കാരണമാണ് അന്നേ ദിവസം ഞാൻ ശാരീരികമായി മർദ്ദിക്കപ്പെടാത്തത് എന്നതാണ് സത്യം. ഇത്തരം പെരുമാറ്റം ഭീതിപ്പെടുത്തുന്നതും ഞെട്ടിപ്പിക്കുന്നതും ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിന് യോജിക്കാത്തതുമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന കാര്യവും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രീ ടിനി ടോം പല അവസരങ്ങളിലും നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും പൊതുസ്ഥലങ്ങളിലുമായി മറ്റ് പലരോടും അസഭ്യവും അപമാനകരവും വേദനിപ്പിക്കുന്നതുമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ്. അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ വ്യക്തികളെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അപമാനിക്കുന്ന തരത്തിലുള്ളതാണ്. ഒരു സഹ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിൻ്റെ മേൽ മത തീവ്രവാദത്തെയും മതപരിവർത്തന ശ്രമങ്ങളെയും അദ്ദേഹം ആരോപിക്കുന്നത് ഞാൻ വ്യക്തിപരമായി കേട്ടു, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ അംഗത്തിനും അവരുടെ രണ്ടാനച്ഛനും തമ്മിൽ അനാചാരപരമായ ലൈംഗിക ബന്ധമുണ്ടെന്നുള്ള തരത്തിലുള്ള സൂചനകളും ആരോപണങ്ങളും ഇദ്ദേഹം ഉന്നയിക്കുകയും അവരുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചും അപമാനകരമായ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിനും ഞാൻ സാക്ഷിയാണ്. ഈ ആവർത്തിച്ചുള്ള പെരുമാറ്റ രീതി അസോസിയേഷനുള്ളിൽ ഭയം, അസ്വസ്ഥത, അനാദരം എന്നിവ നിറഞ്ഞ അന്തരീക്ഷം സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ചില വനിതാ അംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തലിനും പരസ്യമായ അപമാനങ്ങൾക്കും ഭയന്ന് തുറന്ന് അഭിപ്രായം പറയാൻ പോലും മടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ സംഘടനയിലുള്ളത്. അമ്മയിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വ്യക്തിപരമായി എനിക്ക് അതീവ മാനസിക പീഡനവും പൊതുജനങ്ങൾക്ക് മുന്നിലുള്ള അപമാനവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലുപരി ഇത് നമ്മുടെ അസോസിയേഷനായ നമ്മുടെ അന്തസ്സിനും പ്രതിഷ്ഠയ്ക്കും കളങ്കമുണ്ടാക്കുന്നതുമാണ്. ഒരു എക്സിക്യൂട്ടീവ് അംഗത്തിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് ശിസ്തം, അതെന്താണ് ശിസ്തം എന്നെനിക്ക് മനസ്സിലായില്ല, സത്യനിഷ്ഠ, പരസ്പര ബഹുമാനം എന്നിവ
ഉയർത്തിപ്പിടിക്കുന്നതാണ്, അല്ലാതെ അതിനെ തകർക്കുന്നതല്ല. അതുകൊണ്ട് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ പരിഗണിച്ച് അടിയന്തരവും നിഷ്പക്ഷവുമായ അന്വേഷണം ആരംഭിക്കണമെന്നും തുടർന്ന് അദ്ദേഹത്തിനെതിരെ അനുയോജ്യകരമായ ശാസന നടപടികൾ സ്വീകരിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു പൊല്ല് സംഭവിക്കില്ല. ആവശ്യമായ കൂടുതൽ വിശദീകരണങ്ങൾ നൽകുന്നതിനും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നതിനും ഞാൻ സന്നദ്ധയാണ്. അസോസിയേഷൻ്റെ പരമോന്നത അധികാരികൾ എന്ന നിലയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനും എല്ലാ അംഗങ്ങൾക്കും സുരക്ഷിതവും മാന്യവും ബഹുമാനപൂർണവുമായ അന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ചോക്ക് സംഭവിക്കില്ല. നന്ദി. വിശ്വസ്തയോടെ നീന കുറുപ്പ്, EC മെമ്പർ, അതായത് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ, അമ്മ അസോസിയേഷൻ. ഇതാണ് കത്ത്. എങ്ങനെയുണ്ട് അന്വേഷണം? ഞാൻ പറയുന്നത് ഈ അന്വേഷണം, ഈ കത്തിൽ പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ടിനി ടോം, ലക്ഷ്മി പ്രിയ, പിന്നെ പുറത്തു നിന്ന് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ പ്രിയങ്ക, പൊന്നമ്മ ബാബു, ബിന്ദു വാരാപ്പുഴ, ഉഷ ഹസീന മുതലായവരെ കൂടി ഉൾപ്പെടുത്തി അന്വേഷണം നടത്തണം എന്ന് ഞാൻ പറയും. അങ്ങനെയും കൂടെ എഴുതാമായിരുന്നു നീന കുറുപ്പിനെന്ന് ഞാൻ പറയും. ഇവരെയൊക്കെ വേണം ഇത് അന്വേഷിക്കാൻ വിടാൻ. അപ്പോഴേ അതിൻ്റെ കൃത്യമായ ഉത്തരം വരുള്ളൂ. ഇത്രയും നാണം കെട്ട അലവലാദികളുടെ ഒരു സംഘടനയായി അമ്മ അതപ്പതിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അമ്മ എന്ന പേരിട്ട മുരളിച്ചേട്ടനെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. തെക്കുറിശി മാമൻ മുതൽ ഏതെല്ലാം തലമുറയിൽപ്പെട്ടവർ ഭരിച്ച പ്രവർത്തിച്ച സംഘടനയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ സംഘടനയെ സ്ത്രീകൾ ഭരിച്ചാൽ ഇവിടെ തേങ്ങാക്കൊല ഉണ്ടാക്കുമെന്നൊക്കെ പറഞ്ഞ് ഞാനടക്കമുള്ളവർ പൊക്കി പറഞ്ഞു. 10 മാസം തികയുന്നതിന് മുമ്പ് നാറ്റ കേസാക്കി ആ സംഘടനയെ മാറ്റി. അത് കണ്ടുകൊണ്ട് ഇത് തിരുത്താൻ അവകാശമുള്ള ഇതിൻ്റെ തുടക്കകാലം മുതൽ പ്രവർത്തിക്കുന്നവന്മാരെല്ലാം ഉണ്ണാക്കന്മാർ വായി നോക്കികളായിട്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ കൂതറകൾ അമ്മയുടെ ഓഫീസിനകത്ത് ക്യാമറയുടെ മുന്നിൽ നിന്ന് അട്ടഹാസം നടത്തുന്നു. ടിനി ടോം നല്ലവൻ എന്ന് പറഞ്ഞിട്ട്. കാരണം അതിൻ്റെ ഉള്ളിലെ വേറെ കഥകളുണ്ട്. അത് നമുക്ക് ഒരുപാട് കഥകൾ അറിയാം. പക്ഷേ ഈ ചാനലിൻ്റെ മുമ്പ് പറയാൻ വയ്യ. എന്തായാലും കൊള്ളാം. കേട്ട നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ വാരഫലം തൽക്കാലം ഇവിടെ നിർത്താം. നന്ദി, നമസ്കാരം.